മരണമേ നിന്റെ ജയമെവിടെ, അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. മരണമേ നിന്റെ ജയമെവിടെ, അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാ വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാ വിശുദ്ധരൊപ്പം. ജഡമായ മായന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം കാതലൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ജഡമായ മായന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം കാതലൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. സിയോന്റെ വാസം നാം ധ്യാനിക്കണം, തിരുവല്ല IPC പ്രയർ സെന്റർ ഒരുക്കുന്ന ലിവിംഗ് കരിസ്മയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രയർ സെന്റർ പാരമ്പര്യത്തിനല്ല, പ്രാർത്ഥനയ്ക്കും വചനത്തിനും വിശുദ്ധിക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പാസ്റ്റർ രാജപൂവക്കാല ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും. മേഘങ്ങൾ നടുവേ വഴി തുറക്കും, ഭൂതലം പിറകിൽ കടന്നു പോകും. മേഘങ്ങൾ നടുവേ വഴി തുറക്കും, ഭൂതലം പിറകിൽ കടന്നു പോകും. സ്വർഗീയ ദൂതന്മാർ കൂടി നിൽക്കും. പറന്നിടുമേ ഞാൻ പറന്നിടുമേ, പറന്നിടുമേ ഞാൻ പറന്നിടുമേ. വാനത്തിൽ വാനത്തിൽ മധ്യവാനത്തിൽ യേശുവിൻ കൈകളിൽ ഞാനിരിക്കും. വാനത്തിൽ വാനത്തിൽ മധ്യവാനത്തിൽ യേശുവിൻ കൈകളിൽ ഞാനിരിക്കും. യേശുവിന്റെ മുഖം നിന്നുള്ളത്തിൽ കണ്ണുകളിൽ നിറഞ്ഞിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ വായിച്ച സങ്കീർത്തനം 103 സങ്കീർത്തനമാണ്. 103 സങ്കീർത്തനത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ എൻ മനമേ യഹോവയെ എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാം. നമ്മളെ പ്രാർത്ഥനാ യോഗത്തിന് പോകാറുണ്ട്, ഉപാസ യോഗത്തിന് പോകാറുണ്ട്, സഭായോഗത്തിന് പോകാറുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്താറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം ഇവിടെ പറയുന്നത്, അതെല്ലാം ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ആ കൂട്ടായ്മ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ദൈവത്തിന് നന്ദി പറയണമെന്ന്. എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മകളും ദൈവം ചെയ്ത ഉപകാരങ്ങളും ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളുടെ അനുഭവമല്ല നിങ്ങളുടെ അനുഭവം. ഒരു ഉപകാരവും ചെയ്യാത്തവരാരും ഇവിടെ വന്നിട്ടില്ല. ഉപകാരങ്ങളുടെ പരമ്പരകളെ അനുഭവിച്ചവരവിടെ വന്നിരിക്കുന്നത്. ഒരു നന്മ ഉണ്ടാകത്തില്ലെന്നും ഒരു വഴി തുറക്കത്തില്ലെന്നും ഭാവി കരിപ്പിടിക്കത്തില്ലെന്നും ഗതി പിടിക്കത്തില്ലെന്നും പറഞ്ഞ് നിന്നെ എഴുതി തള്ളിയപ്പോൾ
ആരുടെ മുമ്പിൽ തല കുനിഞ്ഞു പോകാതെ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ നന്മയ്ക്കായി ഒരു അടയാളം ദൈവം ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ആരും കൈയടിക്കുകയോ ഞാൻ പറഞ്ഞുകൊണ്ട് ആരും സ്തോത്രം പറയുകയോ ചെയ്യണ്ട. അവരവർക്ക് ദൈവം നന്മ ചെയ്തെങ്കിൽ, അവരവർക്ക് ദൈവം ഉപകാരം ചെയ്തെങ്കിൽ ഇന്ന് പകൽ നീ അടങ്ങിയിരിക്കാൻ പാടില്ല. നിന്റെ നാവ് ചലിക്കണം, കൈകൾ ചലിക്കണം. ആരാധന ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും മേത്രമായ ദാനമാണ്, യാഗമാണ്. ആരാധിച്ച് നിർത്തുകയല്ല, ആരാധിച്ച് ക്ഷീണിക്കുകയല്ല, ആരാധിച്ച് തളരുകയല്ല, ആരാധിച്ച് ബലപ്പെടുകയാണ് വേണ്ടത്. ഭൗതിക ആഹാരത്തെക്കാൾ വലുതാണ് നിന്റെ ആത്മീയ ആഹാരം എന്ന് പറയുന്നത്. നിന്റെ പുറത്തെ മനുഷ്യൻ ക്ഷീണിച്ചാലും അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നിന്റെ അകത്തൊരു ദൈവമായ ഒരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം, ഒരു നല്ല ചങ്കൂറ്റമുണ്ടായിരിക്കണം, നിർമ്മല മനസാക്ഷി ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവത്തിനും എനിക്കും ഇടയിൽ യാതൊരു തടസ്സവുമില്ല. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു, നിർമ്മലമായ കരങ്ങളെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കല്ലേ. ഹാമാൻ അറിയത്തില്ല മൊർദെഖായി ആരാണെന്ന്. ഹാമാൻ ചിന്തിച്ചു സാധാരണ ജോലിക്കാരെ പോലെ രാജാവിൻ്റെ പടിവാതിക്കൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് ചിന്തിച്ചത്. പക്ഷെ മൊർദെഖായി വെറുതെ കറങ്ങി നടക്കുകയല്ല, അവൻ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അവൻ്റെ വിഷയം മാത്രമല്ല, അവൻ്റെ ജാതിയുടെ മുഴുവൻ വിടുതലാണ് അവൻ്റെ അകത്തിരിക്കുന്നത്. അവൻ്റെ വിഷയത്തിന് വേണ്ടി മാത്രം കാവൽ നിൽക്കുകയല്ല, അവനെ ഹാമാൻ അറിയാതെ, രാജാവ് അറിയാതെ അവൻ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പഠിപ്പുരയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെങ്കിൽ അവർക്കാർക്കും അറിയാത്തൊരു ബന്ധം അവനും ദൈവവുമായിട്ടുണ്ട്. ഇന്ന് പൽക്കാലം ഓർത്തോണം, ആർക്കും അറിയാൻ കഴിയാത്ത ഒരു രഹസ്യ ബന്ധം നിനക്ക് ദൈവവുമായിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കൈയടിച്ച് ദൈവത്തെ ഉറക്കെ സ്തുതിക്കാമോ നിങ്ങൾക്ക് എന്ന് പൽക്കാലം? ശബ്ദമുട്ടി ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ എന്ന് പൽക്കാലം? ഇത്ര മഹാനായ ഒരു ദൈവത്തെ, ഇത്ര വലിയൊരു ദൈവത്തെ, ഇത്ര സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ അവൻ നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ. യഥാർത്ഥമായ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നീ ഒന്നും ചെയ്തില്ലേലും നിനക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകും. മൊർദെഖായി ഹാമാനെ ഒരു ഉപദ്രവവും ചെയ്തില്ല. അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോയതേ ഉള്ളൂ. അവനവൻ്റെ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ശത്രു അപ്പുറത്ത് എഴുന്നേറ്റു. നമ്മൾ പലപ്പോഴും പറയും, എന്താ കർത്താവേ എനിക്കെതിരെ ഈ ശത്രുക്കളെല്ലാം ഇങ്ങനെ കൂടുന്നത്, എനിക്കത് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, എന്നെ എന്തിനാ അങ്ങനെ അപമാനിക്കുന്നത്? അപ്പം നീ ഓർത്തോണം, നീ ശരിയായ ദൈവത്തിൻ്റെ പൈതല്ല. അതുകൊണ്ടാണ് ഹാമാൻ അപ്പുറത്ത് എഴുന്നേറ്റിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം മനസ്സിലാക്കുന്നുണ്ട്? നീ അനുഭവിക്കുന്ന പീഡകൾ, ഭാരങ്ങൾ, വേദനകൾ, കണ്ണുനീര്, കയ്പ് നീ അറിയാതെ ആണ് എങ്കിലും നീ പേടിക്കേണ്ട. ഹാമാൻ എഴുന്നേറ്റോട്ട്, നീ നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്താൻ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ നിന്നെ അപമാനിക്കാൻ നോക്കും, അവൻ നിന്നെ അപായപ്പെടുത്താൻ നോക്കും, അവൻ നിന്നെ കൊല്ലാൻ നോക്കും, നിനക്കെതിരെ കഴുകുമരം അവൻ ഉയർത്തും, നിന്നെ തൂക്കി പരസ്യമാക്കാൻ അവൻ ശ്രമിക്കും. എന്നാൽ മൊർദെഖായി ഇതുകൊണ്ടൊന്നും ഭാരപ്പെട്ടില്ല. ഹാമാന്റെ മുമ്പിൽ മൊർദെഖായി ജയിച്ചത് എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം, രണ്ട് കാര്യം പ്രധാനമായിട്ടും. ഒന്ന്, അവൻ്റെ ഉപവാസവും പ്രാർത്ഥനയും. സ്തോത്രം. 3 ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആധാർ മാസം 13-ാം തീയതി സകല യഹൂദനെ കൊല്ലുമെന്ന് രാജാവ് കൽപ്പന പഠിപ്പിച്ചപ്പോൾ അവർ ഒന്നേ ചെയ്തുള്ളൂ, രാജാവിൻ്റെ അടുക്കൽ തിരിച്ചു എന്നൊരു അപേക്ഷ കൊടുക്കാനുള്ള എല്ലാ അധികാരവും അവനുണ്ട്. അവൻ്റെ സ്വന്തം ആളായ രാജാവിൻ്റെ ഭാര്യ എസ്തർ. എല്ലാം ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിലും അവനൊരു കാര്യം ചെയ്ത് ഉപവസിക്കാൻ തീരുമാനിച്ചു. ഒരു കാര്യം ഇന്ന് വിളക്കണം പറയട്ടെ, രേഖ എഴുതിയെന്നറിഞ്ഞപ്പോൾ ദാനിയേൽ ഉപവസിച്ചെങ്കിൽ, നിനക്കെതിരെ കഴുകുമരം ഉയർത്തിയെന്നറിഞ്ഞപ്പോൾ നീ ഉപവസിച്ചെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൽ ഉപവസിച്ചവരെ ആരെയും എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ആഹാരം വെടിഞ്ഞ് ആത്മതപനത്തോടെ ആര് പ്രാർത്ഥിക്കുമോ
അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല. രഹസ്യത്തിൽ കാണുന്ന എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട് എന്ന് ഇന്ന് പകൽ ഓർക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നീ ദൈവത്തെ മാനിക്കാൻ തുടങ്ങിയാൽ, നീ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ, നിനക്കെതിരെ എത്ര വലിയ കോട്ടകൾ വന്നാലും നീ പേടിക്കണ്ട. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ തൊടാൻ ലോകത്തില് ഒരു ശത്രുവിനും കഴിയത്തില്ല. അങ്ങനെ അനുഭവിച്ചുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടോ? രണ്ടാമതൊരു കാര്യം, ഹാമാന്റെ ഭാര്യ പറയുന്നു, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ആമേ നികൃപയുള്ളൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, എത്ര വലിയ 10,000 കഴുകുമരം നിന്റെ നേരെ ഉയർത്തിയാലും, ഇന്ന് വർക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയുക. ഇതൊരു സഭായോഗമാണ്. ദൂത് പറയുക നിന്നോട്. ഇതൊരു പ്രസംഗയോഗമല്ല, പ്രസംഗ പരമ്പരയല്ല, ഇത് പ്രസംഗ മത്സരമല്ല. നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. എത്ര വലിയ 10,000 കഴുകുമരം നിന്റെ നേരെ ഉയർത്തിയാലും, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നീ യഹൂദനാണെങ്കിൽ ജയിക്കത്തില്ല. ആരാ പറയുന്നത്? നിന്റെ ശത്രുവാ പറയുന്നത്. കൈകൾ അടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജയിക്കത്തില്ല, ജയിക്കത്തില്ല, ജയിക്കത്തില്ല. ആഭിചാരം ജയിക്കത്തില്ല, മന്ത്രവാദം ജയിക്കത്തില്ല, സകനവാദം ജയിക്കത്തില്ല, പൗരോഹിത്യ ബന്ധനങ്ങൾ ജയിക്കത്തില്ല, നേർച്ചകാഴ്ച ശക്തികൾ ജയിക്കത്തില്ല, അസൂയയുടെ കണ്ണുകൾ ജയിക്കത്തില്ല, വരത്ത് പോക്കൾ ജയിക്കത്തില്ല, സാമ്പത്തിക ക്ലേശം ജയിക്കത്തില്ല, മനപീഡകൾ ജയിക്കത്തില്ല, മെന്റൽ ഡിപ്രഷൻ ജയിക്കത്തില്ല, മാനസിക രോഗങ്ങൾ ജയിക്കത്തില്ല, കാൻസർ ജയിക്കത്തില്ല, ഡയബറ്റീസ് ജയിക്കത്തില്ല, ബ്ലഡ് പ്രഷർ ജയിക്കത്തില്ല. നീ യഹൂദനെങ്കിൽ നിന്റെ മേൽ ഇപ്പോൾ തന്നെ പകരുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. അവരവർ വേണ്ടത് ഏറ്റെടുത്തോളം. ഇന്ന് കാലം ഇതൊരു സാധാരണ സഭായോഗമല്ല. ഉപവാസ പ്രാർത്ഥന 7 ദിവസം ദൈവമക്കൾ 8 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് പകൽ വിടുതലിനകത്തുണ്ട്. ആരും കൈകൾ ചലിപ്പിക്കാതിരിക്കല്ലേ, ആരും കൈകൾ ചലിപ്പിക്കാതിരിക്കല്ലേ. കൈ ഉണ്ടെങ്കിൽ കൈ അടിക്കണം. ദൈവത്തിന് അത് ഇഷ്ടമുള്ള കാര്യമാ. 10 കമ്പിയുള്ള വീണ കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ കുഞ്ഞുങ്ങളും കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രായമുള്ള അപ്പച്ചന്മാർ അമ്മച്ചിമാർ കൈകൾ അടിച്ചാട്ടെ. യുവാക്കന്മാർ യുവതിമാർ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ സംഗീതത്തിൽ നിന്ന് 5 കാര്യം പറയാൻ ഞാനിവിടെ നിന്നത്. 5 കാര്യങ്ങൾ. 1, അവൻ നിന്റെ അകൃത്യം മോചിക്കുന്നു. 2, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. 3, നിന്റെ ജീവനെ അവൻ വീണ്ടെടുക്കുന്നു. 4, ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. 5, നിന്റെ വായ് നന്മ കൊണ്ട് അവൻ നിറയ്ക്കുന്നു. ഇന്ന് പകൽ ഈ 5 കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കാര്യങ്ങളും പ്രസംഗിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഓരോ വാക്കിലും പറഞ്ഞ് വിടാനേ ഇന്ന് നമുക്ക് സമയമുള്ളൂ. അകൃത്യം മോചിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം ഒരു ന്യായാധിപനാണ്. എങ്കിലും ന്യായവിസ്താര സഭയിൽ നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ സ്വർഗത്തിലെ മണിമകുടമായിരുന്ന കർത്താവായ യേശുക്രിസ്തു താണഭൂമിയിലേക്ക് കടന്നു വന്ന് 33 തിരുവയസ്സ് ഭൂമിയിൽ സഞ്ചരിച്ച് മനുഷ്യഭക്തരുടെ മുഴുവൻ പാപങ്ങളും ഏറ്റുകൊണ്ട് ലോകത്തിൻ്റെ ഒത്ത നടുക്കായ യെരുശലേമിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുടെ മേൽ തൂങ്ങപ്പെട്ടു. അവർ അവസാനത്തുള്ള ചോര വരെ നമുക്ക് വേണ്ടി ഒഴുക്കി. പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമേശാത്ത യേശു പാപികളായ നമ്മൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് ഇന്ന് വിശുദ്ധന്മാരെ പന്തിയിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. നമ്മൾ തമ്മിൽ അറിയത്തില്ലായിരുന്നു. നമ്മളൊരു കുടുംബത്തിലെ ആളുകളല്ല. നമ്മൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ ജാതികളിൽ, വിവിധ മതത്തിൽപ്പെട്ടവരായിരുന്നു. നമ്മളെ എല്ലാം ഒറ്റ പായ കൊണ്ടുവന്ന് അല്പം കഴിയുമ്പോൾ ഒറ്റ പാനപാത്രത്തിൽ കുടിക്കാൻ നമ്മൾ യോഗ്യരാക്കിയ ഒറ്റ കാര്യം കാൽവരിയിലെ ക്രൂശാണ്. കരമർത്തിയുടെ സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത് കൊണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ദൈവം കരമർത്തിയ സ്തോത്രം പറഞ്ഞാട്ടെ. പാപങ്ങൾ മോചിക്കാൻ യാതൊരു കർമ്മങ്ങളും ആവശ്യമില്ല. മല കയറേണ്ട, എണ്ണ ഒഴിക്കണ്ട, തേങ്ങ ഉടയ്ക്കണ്ട, പുണ്യവളം വരെ പ്രാർത്ഥിക്കണ്ട, കുരിശി തൊട്ടി പണമിടണ്ട, ആർക്കും 10 പൈസ കൈക്കൂലി കൊടുക്കണ്ട, ഉരുളണ്ട, കല്ലെടുത്ത് തലയെ വെക്കണ്ട, എണ്ണകൾ ഒന്നും പകരണ്ട. അവൻ ഒരു കർമ്മവും വേണ്ട. മരിച്ചവരോട് പ്രാർത്ഥിക്കണ്ട. പ്രത്യേക കർമാദികൾ ഒന്നും പാപക്ഷമയ്ക്ക് വേണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുവിൽ വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചാൽ മതിയാകും.
മരുഭൂമിയിലുള്ള ജനത്തിൻ്റെ മുഴുവൻ സർപ്പത്തിൻ്റെ കടിയേറ്റപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക. ആരും കടിയേൽക്കുന്നു, കടിയേൽക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പിച്ചള സർപ്പത്തെ നോക്കിയാൽ ഉടൻ വിടുതൽ. മരുഭൂമിയിലുള്ള 30 ലക്ഷം പേരും സർപ്പത്തിൻ്റെ കടിയേറ്റാൽ രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മരുന്ന് വേണ്ട, മന്ത്രം വേണ്ട, ഒന്നും വേണ്ട, തേക്കണ്ട, ഡോക്ടറെ കാണണ്ട, ഒന്നും ചെയ്യണ്ട. എവിടെ വെച്ച് കടിയേറ്റോ അവിടെ നിന്ന് ഒറ്റ നോട്ടം നോക്കിയാൽ മതി, സർപ്പത്തിൽ ഉടൻ സൗഖ്യമാണ്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? സർപ്പത്തിൻ്റെ കടിയേറ്റ സകല ആദാമ്യ വർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തതുപോലെ യെരുശലേമിൽ ഉയർത്തപ്പെട്ട ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്നുകൊണ്ട് ആര് നോക്കുന്നോ അവർക്ക് വിടുതൽ തരുവാൻ ദൈവശക്തനാണ്. എൻ്റെ പാപം എൻ്റെ യേശു മോചിച്ചെന്ന് അനുഭവമുള്ള ദൈവമക്കൾ ഉറക്കൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേ. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. എൻ്റെ പാപം മുഴുവൻ ക്ഷമിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും എൻ്റെ കർത്താവ് ക്ഷമിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് സന്തോഷമായി ദൈവത്തെ സ്തുതിക്കാൻ നോക്കുന്നത്. ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളുടെ കടങ്ങളും എൻ്റെ യേശു ക്ഷമിച്ചതുകൊണ്ടാണ് എനിക്ക് സന്തോഷമായി ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പലക്കാലം ഓർക്കുക, പാപക്ഷമ തന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് ഈ ഭൂമിയിലേക്ക് ജനിച്ചതിനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതിനും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ആമേൻ. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് രക്ഷിക്കപ്പെട്ടത് ഇന്നെന്ന പോലെ ഓർക്കുന്നു. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി 14 ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചത്. എന്നാൽ അതിനേക്കാൾ ഞാൻ സന്തോഷമായി ഓർക്കുന്ന ഡേറ്റ് ഉണ്ട്. 1967 ഏപ്രിൽ മാസം 7 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അഞ്ഞിത്താറം IPC ഹോളിൻ്റെ ആ ഇടുങ്ങിയ ഹോളിൻ്റെ ഒരു മൂലയിൽ ഇരുന്നിക്കുമ്പോൾ പാപബോധമുണ്ടായി. എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ 9ാമത്തെ വയസ്സിൽ നിലവിളിച്ച് കരഞ്ഞ് എഴുന്നേറ്റ് എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ സമയം ഞാൻ ഇന്നും മറന്നിട്ടില്ല. ഇന്ന് പല ആളുകളും രക്ഷിക്കപ്പെടുന്നത് ചിരിച്ചോണ്ടാ. ഞാൻ രക്ഷിക്കപ്പെടുക, ഞാൻ സ്നാനപ്പെട്ടു, അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചിരിച്ചുകൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. പ്രാസംഗികന്മാരെ പറയുമ്പോൾ കൈപ്പൊക്കെന്ന് പറയുമ്പോൾ പൊക്കുന്നൊരു ഒരു പരിപാടിയല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷയെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് വരെ ചെയ്തു പോയ പാപങ്ങളോട് ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് വിശുദ്ധിയോടെ ജീവിക്കാനായി തീരുമാനമെടുക്കുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടതാണെന്നാ തോന്നുന്നത്, രക്ഷിക്കപ്പെട്ടതാണെന്നാ തോന്നുന്നത്. കുഞ്ഞുങ്ങൾ, ഇതൊരു തോന്നലല്ല, ഇത് അനുഭവമാണ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചതൊരു തോന്നലല്ല, സത്യമാണ്. കല്യാണം കഴിച്ചത് തോന്നലല്ല, ഒരു സംഭവമാണ്. അതുപോലെ രക്ഷയും ഒരു സംഭവമാണ്. എൻ്റെ കർത്താവിൻ്റെ പാപം മോചിച്ചെന്ന അനുഭവമുള്ള ദൈവമക്കൾ ഉറക്കെ ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ യേശു എൻ്റെ പാപങ്ങൾ എല്ലാം മോചിച്ചു. പിന്നെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അടുത്തത് എന്തുവാ? സകല രോഗങ്ങളെയും ഉറക്കെ എന്ന് പറഞ്ഞേ, ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ, അല്പം കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞേ. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. സകല അതിൻ്റെ അകത്ത് ക്യാൻസറുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ബ്ലഡ് പ്രഷറുണ്ട്, ജോണ്ടിസ് ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്. ഈ ലോകത്തിൽ പേര് കേൾക്കുന്ന എല്ലാ രോഗങ്ങളും ഇപ്പം എന്താണ്ട് CK വൈറസുകൾ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളി നീക്കുന്ന വൈറസ് അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. എയർപോർട്ടുകളിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളൊന്ന് ഓർത്തോണം കേട്ടോ. ഒരു കൊച്ചു കൊതുക് കുത്തിയാൽ മതി, നിന്റെ കാര്യം പോക്കാ. ഇന്ന് പക്കൾ ഓർത്തോണം, എൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് പലക്കാലം വ്യാപരിക്കുന്നതോർത്ത് കരമുർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. എൻ്റെ യേശു എൻ്റെ ലോകത്തെ സൗഖ്യമാക്കുന്നു. ഡോക്ടർമാരെക്കാൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം. ഏറ്റവും വലിയ ഡോക്ടർ ആരാന്നറിയാമോ? നമ്മുടെ ദൈവമാണ്. എല്ലാത്തിനും കൂടെ ഒരു ഡോക്ടറില്ല, അതെപ്പോഴും ഓർത്തോണം. എല്ലാത്തിനും ഒരു ഡോക്ടറെ കാണാൻ നടക്കത്തില്ല. കണ്ണിൻ്റെ കാര്യത്തിന് ചെല്ലുമ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ പറയും, ചെവിയുടെ ഡോക്ടർ വേറെ വേണം, അങ്ങോട്ട് പോകാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ പറയും, ഹാർട്ടിൻ്റെ ഡോക്ടർ വേറെ വേണം, അങ്ങോട്ടത് പോകാൻ പറയും. പിന്നെ ഓരോന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഓരോന്നിനും ഡോക്ടറാണ്. സ്കിന്നിന് വേറെ ഡോക്ടറാണ്. എല്ലാത്തിനും ഡോക്ടർമാർ പ്രത്യേകമാണ്. ഓരോരുത്തർക്കും ഒരു മേഖല അകത്ത് കയറി അവർക്ക് പഠിക്കാൻ കഴിയത്തില്ല. അതിന് പരിമിതികളുണ്ട്, സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല.
എന്നാൽ എല്ലാത്തിനും കൂടെ ഒറ്റ ഡോക്ടർ നമുക്കുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? യേശുവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ യേശു പറയാ, എനിക്ക് കണ്ണ് സൗഖ്യമാക്കത്തില്ല, സ്തോത്രം, എനിക്ക് ചെവി സൗഖ്യമാക്കാനൊക്കത്തില്ലെന്ന് യേശു പറയത്തില്ല. നിന്നെ സൃഷ്ടിച്ചവൻ അവനാണെങ്കിൽ നിൻ്റെ മുഴുവൻ ബോഡിയും അവൻ അറിയാം. നിൻ്റെ തലയിലെ മുഴുവൻ മുടിയുടെ എണ്ണ അവൻ അറിയാമെങ്കിൽ നിൻ്റെ എവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് അവൻ അറിയത്തില്ലേ? നിൻ്റെ ഏത് ഞരമ്പ് പടച്ചിരിക്കുന്നവൻ അറിയത്തില്ലേ? നിന്റെ ഏത് ഭാഗത്താണ് ഏത് വൈറസ് കയറിയെന്നവൻ അറിയത്തില്ലേ? ഇന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏത് രോഗമാണെങ്കിലും എൻ്റെ യേശു ഇന്ന് പറഞ്ഞാലും എന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അതല്ല, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ വാ നന്മോടെ നിറയ്ക്കുന്നു. ഇന്ന് പറഞ്ഞാൽ നിന്റെ വായ അവൻ നിറയ്ക്കാൻ പോകുകയാണ്. ആമേൻ. അത്ര പേര് വിശ്വസിച്ച് വായ നന്മോടെ നിറയ്ക്കുമെന്ന്. ആമേൻ. നിന്റെ വായ വിസ്താരത്തെ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് പറഞ്ഞാൽ നീ തന്നെ അറിയാതെ നിന്റെ വായ്മേൽ പുതിയ ഭാഷ അവൻ തരികയാണ്. ഇന്നലെ വരെ പറഞ്ഞ അന്യഭാഷയല്ല, ഇന്ന് പകൽ പുതിയൊരു ഭാഷ നിന്റെ മേൽ അവൻ തരികയാണ്. ഇന്നലെ വരെ ആരാധിച്ചവരല്ല ആൻറ്റി അങ്കിളെ ഇന്ന് നീ ആരാധിക്കാൻ പോകുന്നത്. ഈ ഞായറാഴ്ചത്തെ ആരാധന നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ആത്മീയ ആരാധനയായി ദൈവം മാറ്റാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കും? രണ്ടു കാര്യം ഇന്ന് മുതൽ നടക്കാൻ പോകുന്നു. ചിലരെ അവൻ സൗഖ്യമാക്കാൻ പോകുന്നു, ചിലരെ ആത്മാവിൽ നിറയ്ക്കാൻ പോകുന്നു, പുതിയ ശക്തി ദൈവം നിറയ്ക്കാൻ പോകുന്നു. എല്ലാവരും എഴുന്നേറ്റിരുന്നാട്ടെ, എല്ലാവരും എഴുന്നേറ്റിരുന്നാട്ടെ. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വളരെ മനോഹരമായ ഈ സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് ഭാരത്തോടെ, ഏത് വേദനയോടെ, ഏത് കയ്പോടെ അവരായിരിക്കുന്നു, ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ ആണിപ്പതിനൊക്കെ നീട്ടി മൃക്കളാൽ ഇവിടെ കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമായിരുന്നാലും വേഗത്തിൽ ഓടുന്ന വചനം അയച്ചത് ഇവരെ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശരീരത്തെ രോഗത്തിന് കെട്ടുകെട്ട മരിക്കണമേ.
രോഗശാന്തിയും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ബലവും എല്ലാം ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരം അനുഭവിച്ചറിയാൻ ദൈവം എന്നെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവ്. കുടുംബത്തിലെ തകർച്ചകളെ കർത്താവ് മാറ്റുമാറാകണമേ. തലമുറയുടെ ബന്ധങ്ങളെ കർത്താവ് അഴിക്കുമാറാകണമേ. കടഭാരങ്ങളെ മാറ്റണമേ, ഞെരുക്കങ്ങളെ മാറ്റണമേ, ബുദ്ധിമുട്ടുകളെ മാറ്റണമേ, പുതുവഴികളെ തുറക്കണമേ കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ആത്മഹത്യയിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവം സംസാരിച്ച് മടങ്ങി വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ കെട്ടും ഞാൻ പൊട്ടിക്കുകയാണ് കർത്താവ്. നിൽക്കാതെ നീട്ടിരിക്കുക സ്തോത്രം. എല്ലാ നിരാശ കർത്താവ് മാറ്റിയതിനായി നന്ദി പറയുന്നു കർത്താവ്. പാരമ്പര്യ ശാപങ്ങളെ, അന്യാരാധന പോരുകളെ, ആഭിചാര കെട്ടുകളെ, ശൗരവാദ പോരുകളെ, പൗരോഹിത്യ ബന്ധനങ്ങളെ, നേർച്ച കാഴ്ച ശക്തികൾ, അസുരയുടെ കണ്ണുകൾ എല്ലാം ഇപ്പോൾ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. Mighty name of Jesus. കർത്താവ് ചെയ്തു തന്നതിനായി നന്ദി. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മുദ്ര ഇടുന്നു കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അടുത്ത കത്തി വരുമ്പോൾ, ഫോൺ വരുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു നിറഞ്ഞതിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ. നീ ജീവിക്കുന്ന ദൈവവും ഞങ്ങൾ നിന്റെ മക്കളുമാണെന്ന് ഈ മക്കൾ അറിയുവാൻ നിന്റെ അത്ഭുതത്തെ ഇപ്പോൾ തന്നെ ഇവിടെ ചെയ്തു കൊടുക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലയിൽ ജോസിസ് ജംഗ്ഷൻ, പുഷ്പേരി റോഡ്, പ്രയർ സെന്റർ ഹാളിൽ ആത്മീയ സംഗമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11:30 വരെ. ഇംഗ്ലീഷ് വർഷം വൈകിട്ട് 4:30 മുതൽ 5:45 വരെ. ഏവർക്കും സ്വാഗതം. മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, തകർന്ന കുടുംബജീവിതം, ആത്മഹത്യ, പ്രശ്നമേതുമാകട്ടെ, യേശുക്രിസ്തുവിൽ കൂടി സമ്പൂർണ്ണ പരിഹാരം. എല്ലാ വെള്ളിയാഴ്ചയും 10:30 മുതൽ 1 മണി വരെ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ. ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. പാരമ്പര്യത്തെയല്ല, പത്യോപദേശത്തെ ഉയർത്തുന്നു. വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരിക, അനുഗ്രഹം പ്രാപിക്കും. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം: പാസ്റ്റർ രാജു പൂവക്കാല, IPC പ്രയർ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 90, മഞ്ഞാടി, തിരുവല്ല 1. ഫോൺ നമ്പർ 9847032151, 9744343051, 0469262350. ഇമെയിൽ rajupokala@gmail.com. YouTube ID rajupokala youtube.com.